ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 85. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ബാബ് സാനി അഷറ 12ാമത്തെ ബാബ് മിനശ്ശിർക്കി അന്നദറു ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിക്കൽ, നദർ അർപ്പിക്കൽ ഷിർക്കാണ് എന്ന് സംബന്ധിച്ച അധ്യായമാണ്. അതിൽ കിതാബ് തൗഹീദിലെ ഭാഗം പറഞ്ഞു, ഷറഹ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരുകയാണ്. വൻ നദറു അലാ ഖിസ്മൈൻ. നേർച്ച, നദർ എന്നത് 2 ഇനങ്ങളാണ്. നദറു ത്വാഅത്തിൻ വ നദറു മഅസിയത്തിൻ. നദറു ത്വാഅത്തിൻ, ത്വാഅത്തിൻ്റെ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള നദർ. വ നദറു മഅസിയത്തിൻ, പാപകരമായിട്ടുള്ള നദർ, നേർച്ചയും. ഫ നദറു ത്വാഅത്തിൻ, ഉദാഹരണം ത്വാഅത്തിൻ്റെ നദർ അള്ളാഹുവിനെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇബാദത്ത്. അൽ ഇഅ്തികാഫ് ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ്. അവി സ്വലാത്തു ഫിൽ മസ്ജിദിൽ ഹറാം, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുക. അവിൽ മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ, അവിൽ മസ്ജിദുൽ നബവി, അല്ലെങ്കിൽ മസ്ജിദുൽ നബവിയിൽ ഔ ഗൈരിഹാ മിനൽ മസാജിദി യൻദുറു അൻ യുസല്ലിയ ഫി അഹദിൽ മസാജിദി സലാസ. 3 മസ്ജിദുകളിലെ ഏതിലെങ്കിലും ഒന്നിൽ നേർച്ചയാക്കാൻ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. യുസാഫിറു ഇലൈഹി മിൻ അജ്ലി ദാലിക, അതിന് വേണ്ടിയിട്ട് അവിടേക്ക് യാത്ര ചെയ്യുക. ഹാദാ നദറു ത്വാഅത്തിൻ, ഇത് ത്വാഅത്തിൻ്റെ നദറാണ്. ഇത് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക എന്നുള്ള നദറാണ്, നേർച്ചയാണ്. വഹുവ ഫിൽ അസ്ലി വൈറു വാജിബിൻ, അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ അതെന്താണ്? അത് വൈറു വാജിബ്, നിർബന്ധമല്ല. ലാക്കിൻ ലമ്മാ നദറഹു വജബ അലൈഹി ബിനദരിഹി. പക്ഷേ അയാൾ നേർച്ചയാക്കുമ്പോൾ, ഒരാൾ നേർച്ചയാക്കിയാൽ പിന്നെ ആ നേർച്ച കാരണം അയാൾക്കത് നിർബന്ധമായി. വദ്ദുഖൂലു ഫി നദരി ഇബ്തിദാഅൻ ഗൈറു മുറഖബുൻ ഫിഹി. നദർ, നേർച്ചയിലേക്ക് പ്രവേശിക്കുക എന്നത് അത് തർഗീബ് ചെയ്യപ്പെടുന്ന ഒന്നല്ല, അത് പ്രേരിപ്പിക്കപ്പെടുന്ന ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാനിൻ നദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻദുറു, നിങ്ങൾ നേർച്ച അർപ്പിക്കരുത്, നേർച്ച നേരരുത്. ഫഇന്നൻ നദറ ലാ യഅതി ബിഖൈറിൻ, കാരണം നേർച്ച എന്നത് ഒരു നന്മയും കൊണ്ടുവരികയില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീലി, ആ നേർച്ച കൊണ്ട് ബഖീലിൽ നിന്ന് സംഗതി പുറത്തു വരും എന്നത് മാത്രം, പുറപ്പെടുവിക്കപ്പെടും എന്നത് മാത്രം, ധനം പുറപ്പെടുവിക്കപ്പെടും എന്നതുപോലെ. അപ്പോൾ ഇവിടെ നേർച്ച ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല, കറാഹത്തായിട്ട് പണ്ഡിതന്മാർ അതിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹറാമായിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കാൻ പറയില്ല, പൂർത്തീകരിക്കാൻ പറയില്ലല്ലോ. അപ്പം നെദർ പൂർത്തീകരിക്കണം എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. നെദർ പൂർത്തീകരിക്കുന്നവരെ, നേർച്ച പൂർത്തീകരിക്കുന്നവരെ അള്ളാഹു പ്രശംസിച്ചതായിട്ടും മദ്ഹ് ചെയ്തതായിട്ടും കാണാം. വദാലിക ലിഅന്നൽ ഇൻസാന ഫീ സഅത്തിൻ ഫീ ഉമൂരി ത്വാഅത്തി ഗൈറിൽ വാജിബ. അപ്പം നിർബന്ധമല്ലാത്ത ത്വാഅത്തിൻ്റെ, അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയങ്ങൾ, അത് ത്വാഅത്തിൻ്റെ ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ മനുഷ്യൻ വിശാലതയിലാണ്. എങ്ങനെ? ഇൻഷാ ഫഅലഹ വലഹു അജ്ർ, അയാൾ ഉദ്ദേശിച്ചാൽ അത് പ്രവർത്തിക്കാം. ഉദാഹരണത്തിന് സുന്നത്തായ ഒരു കാര്യം, അയാൾക്ക് കൂലിയുണ്ട്. ഇൻഷാ തറക്കഹ വലാ ഹറജ അലൈഹി, അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അയാൾ ഉദ്ദേശിച്ചാൽ ഉപേക്ഷിക്കാം, അതിന് അയാൾക്ക് കുഴപ്പമില്ല. വല്ലാഹു ലാ യുഹിബ്ബു ലനാ അൻ നുകല്ലിഫ അൻഫുസനാ ഷൈഅൻ ലം യൂജിബ്ഹു അലൈന. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കാത്തൊരു കാര്യം നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് നിർബന്ധമാക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. യുരീദു അല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു നിങ്ങൾക്ക് യുസ്ർ, എളുപ്പത്തെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഉസ്ർ, ബുദ്ധിമുട്ടിനെ, പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇദ്ഖാലുൽ ഇൻസാൻ നഫ്സഹു ഫി നദറിൻ ഗൈരി വാജിബിൻ അലൈഹി ഫിൽ അസ്ൽ ഖദ് യഅ്ജുസു വഖദ് യശഖു അലൈഹി. അപ്പോൾ നിർബന്ധമല്ലാത്തൊരു സംഗതി ആണല്ലോ ഒരാൾ നേർച്ചയാക്കുന്നത്. നിർബന്ധമായത് പിന്നെ നേർച്ചയാക്കാൻ പറ്റില്ല, എന്തായാലും ചെയ്യും, അത് പറ്റൂ. അപ്പോൾ സുന്നത്തായൊരു കാര്യം, നല്ലൊരു കാര്യമാണ് നേർച്ചയാക്കുന്നത്. അങ്ങനെ നേർച്ചയാക്കുമ്പോൾ അത് നിർബന്ധമല്ലാത്തത് അയാളുടെ മേലിൽ നിർബന്ധമാക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ അയാൾ അശക്തനായേക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായേക്കാം. വഅലാ ഹാദാ തുനസ്സലുൽ അദില്ലത്തുല്ലത്തി തംദഹുല്ലദീന യൂഫൂന ബിൻ നദർ. അപ്പോൾ നദർ, നേർച്ച പൂർത്തീകരിക്കുന്നവരെ പ്രശംസിക്കുന്ന തെളിവുകൾ ഇവിടെയാണ്. ഖാല അല്ലാഹു തആല പറഞ്ഞു, യൂഫൂന ബിൻ നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വീറ, സൂറത്തുൽ ഇൻസാൻ 7ാമത്തെ ആയത്ത്. യൂഫൂന ബിൻ നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരാണ്. അവർ മുസ്തത്വീറായ, ഷർറ് മുസ്തത്വീറായ, അതായത് തിന്മ വ്യാപിക്കുന്ന ദിവസത്തെ ഭയപ്പെടുന്നവരുമാണെന്ന് പറഞ്ഞു. ഹാദാ മദ്ഹുൻ ലഹും. അപ്പോൾ ഇത് ഹാദാ മദ്ഹുൻ ലഹും,
ഇത് നേർച്ച നെതിർ പൂർത്തീകരിക്കുന്നവർക്ക് അള്ളാഹുവിനുള്ള ത്വാഅത്തായിട്ടുള്ള നെതിർ പൂർത്തീകരിക്കുന്നവർക്കുള്ള പ്രശംസ മദ്ഹാണ്. ബഅദ അൻ യൻദുറു, അവർ നേർച്ചയാക്കിയ ശേഷം. ലൈസ മദ്ഹൻ ലിദ്ദുഖൂലി ഫി നദർ, നെതിറിൽ പ്രവേശിക്കാനുള്ള അതിനുള്ളൊരു മദ്ഹ് പ്രശംസയല്ല. വഇന്നമാ ഹുവ മദ്ഹ ലിൽ വഫാഇ ബിഹി ബഅദ ലുസൂമിഹി, അത് നിർബന്ധമായ ശേഷം നേർച്ചയിൽ പ്രവേശിച്ച് അപ്പോൾ നിർബന്ധമായ ശേഷം അത് പൂർത്തീകരിക്കുന്നതിനാണ് അള്ളാഹു മദ്ഹ് ചെയ്തത്. ഫലിൻസാൻ ഇദൽതസമ ശൈഅൻ ലില്ലാഹി മിന ത്വാഅതി വജബ അലൈഹിൽ വഫാ. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇന്നൊരു കാര്യം ചെയ്യുക, നല്ലൊരു കാര്യം ചെയ്യാമെന്ന് ഒരാൾ അയാളുടെ അനിവാര്യമാക്കിയാൽ, അങ്ങനെ നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാക്കൽ വഫ അയാൾക്ക് നിർബന്ധമാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ളുല്ലാഹ ഫല്ലാഹു അഹഖു ബിൽ ഖദാ, അള്ളാഹു നിങ്ങൾ കടം കൊടുക്കുക, അള്ളാഹുവാണ് ഇഖ്ളുല്ലാഹ, അള്ളാഹുവിൻ്റെ കടം നിങ്ങൾ വീട്ടുക. ഫല്ലാഹു അഹഖു ബിൽ ഖദാ, കടം വീട്ടപ്പെടാൻ ഏറ്റവും ഏറ്റവും അവകാശം അള്ളാഹുവിനാണ്. വനദറു ത്വാഅതി ദൈനും ഫി ദിമ്മത്തിൽ മുസ്ലിം, അപ്പോൾ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലുള്ള നദർ നേർച്ച എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ ദിമ്മത്തിൽപ്പെട്ടതാണ്, അത് അവൻ്റെ ബാധ്യതയാണ്. യജിബു അലൈഹിൽ വഫാഉ ബിഹി, അത് പൂർത്തിയാക്കൽ അവന് നിർബന്ധമാണ്. വമിൻ ഹുന മദഹഹുല്ലാ, അതുകൊണ്ടാണ് അവരെ അള്ളാഹു മദ്ഹ് ചെയ്തത്. വജ്ഹുൽ ഇസ്തിദ്ലാൽ ബിൻ ആയത്തിൽ കരീമത്തി അലാ അന്ന നദർ ലിഗൈരില്ലാഹി ശിർക്ക്, അപ്പോൾ ഇവിടെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ഷിർക്കാണ് എന്നതിൻ്റെ തെളിവ് ഈ ആയത്തിൽ നിന്ന് എങ്ങനെയാണ്? ലിഅന്നഹാ ദല്ലത്ത് അലാ അന്ന നദർ ഇബാദ, കാരണം നെതിർ ഇബാദത്താണ്, അത് ആരാധനയാണ്, ഇബാദത്താണ് എന്നത് തെളിയിച്ചു, അത് അറിയിച്ചിരിക്കുന്നു. ലിഅന്നല്ലാഹ മദഹൽ മൂഫീന ബിഹി, കാരണം നെതിർ ചെയ്തവരെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിച്ചവരെ. ഇദാ കാന ഇബാദത്തുൻ ഫസ്വറഫുഹു ലിഗൈരില്ലാഹി ശിർക്കുൻ, അപ്പോൾ നെതിർ ഇബാദത്താവുമ്പോൾ പിന്നെ അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാലോ ആ നെതിർ അത് ഷിർക്കാണ്. വഫിൽ ആയത്തി സ്ഥാനി, രണ്ടാമത്തെ ആയത്തിൽ മിൻ സൂറത്തുൽ ബഖറ ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം സൂറത്തുൽ ബഖറ, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമു, നിങ്ങൾ എന്തൊരു ചെലവ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ എന്തൊരു നേർച്ച നേരുന്നുവോ അത് അള്ളാഹു നിശ്ചയം അറിയുമെന്ന്. വലാസിമു ദാലിക അയ്യുജാസികും അലൈഹി, അപ്പോൾ എന്താണ് ആ നെതിർ പൂർത്തീകരിക്കുന്നതിന് അവർക്ക് പ്രതിഫലം അള്ളാഹു നൽകും എന്നതാണ്. വഹാദാ മിൻ ബാബിൽ ഹസ്യ അലൽ വഫാ ബിൻ നദർ, ഇത് നെതിർ പൂർത്തീകരിക്കുന്നതിനെ പ്രേരിപ്പിക്കുകയാണ്. വജ്ഹുൽ ഇസ്തിദ്ലാൽ മിനൽ ആയത്തിൽ കരീമത്തി മിൻ വജ്ഹൈൻ, രണ്ട് വജ്ഹിലാണ് ഈ വിശുദ്ധ ആയത്തിൽ നിന്നുള്ള തെളിവ് പിടിക്കൽ. അൽ വജ്ഹുൽ അവ്വൽ, ഒന്നാമത്തെ വജ്ഹ്, അന്നല്ലാഹ ഖറന നദറ ബിൻ നഫഖ, ഇവിടെ നെതിർ നേർച്ചയെ അള്ളാഹു നഫഖത്ത് ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അന്വരിപ്പിച്ച് പറഞ്ഞു. വൻ നഫഖത്തു ഫി സബീലില്ലാഹി ത്വാഅ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കുക എന്നുള്ളത് ത്വാഅത്താണ്, അള്ളാഹുവിൻ്റെ വഴിപ്പെടലാണ്, ഇബാദത്താണ്. ഫദല്ല അലാ അന്ന നദറ ത്വാഅ, അപ്പോൾ അള്ളാഹുവിനുള്ള ത്വാഅത്താണ് നെതിർ നേർച്ച എന്ന് മനസ്സിലായി, അതറിയിച്ചു. അപ്പോൾ അള്ളാഹുവിനുള്ള ത്വാഅത്താണ്, അള്ളാഹുവിൻ്റെ ഇബാദത്ത്. വൽ വജ്ഹു സാനി, രണ്ടാമത്തത് വജ്ഹ് എന്ന് പറയുന്നത് ഖൗലുഹു ഫഇന്നല്ലാഹ യഅലമു, നിശ്ചയം അത് അള്ളാഹു അറിയുന്നതാണ്. വഹാദാ മിൻ ബാബിൽ ഹസ്യ അലൻ നഫഖ, ഇത് എന്താണ്? ചെലവഴിക്കുന്നതിനുള്ള പ്രേരണയാണ്, ചെലവഴിക്കാനുള്ള പ്രേരണ. വാലൽ വഫ, നല്ല മാർഗ്ഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. വാലൽ വഫാഇ ബിൻ നദർ, അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള നെതിർ പൂർത്തീകരിക്കലിൻ്റെ മേലിലുള്ള പ്രേരണയുമാണ്, പ്രേരിപ്പിക്കലാണ്. ഫദല്ല അലാ അന്നഹു ത്വാഅ, അപ്പോൾ അത് ത്വാഅത്താണ്, അള്ളാഹുവിന് വഴിപ്പെടലാണെന്നുള്ളത് അറിയിച്ചു. ഇദാ കാന നദറു ത്വാഅ, അപ്പോൾ നെതിർ അള്ളാഹുവിനുള്ള നെതിർ എന്ന് പറയുന്ന ത്വാഅത്ത് അള്ളാഹുവിനുള്ള വഴിപ്പെടലാകുമ്പോൾ ഫഇന്ന സ്വറഫഹു ലിഗൈരില്ലാഹി ശിർക്ക്, അപ്പോൾ അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കൽ, അത് ഷിർക്കാണ്. ഹാദാ വജ്ഹു ഇസ്തിദ്ലാൽ മുസന്നിഫ് റഹ്മഹുല്ലാ, പ്രകാരമാണ് മുസന്നിഫ് ഗ്രന്ഥകാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ ഇത് തെളിവ് പിടിച്ചിട്ടുള്ളതെന്നർത്ഥം. ഇനി അടുത്തത് ഒരു ഹദീസ് പറഞ്ഞല്ലോ, ആ ഹദീസിനെ സംബന്ധിച്ചാണ് ഇനി വിശദീകരിക്കുന്നത്. ഖാല വഫി സ്വഹീഹ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, സ്വഹീഹ് മുസ്ലിമിൽ സ്വഹീഹ് എന്നിട്ടുണ്ട് എന്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനം എന്നിട്ട്. ഇനി ഈ 2-3-4 പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനാഖിബും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അത് നേരെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, കാരണം കൂടുതൽ ഓഡിയോ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. അവർക്ക് 7-ാം വയസ്സിൽ അവരുടെ നിക്കാഹ്, നബിയുമായിട്ടുള്ള നിക്കാഹ് നടന്നു. അങ്ങനെ 9-ാം വയസ്സിലാണ് അവരുമായി ഒത്തുചേർന്ന് താമസിച്ചത് എന്ന്. ഇതിൽ ചുരുക്കി പറയാം, ഷേഖ് അവറുകൾ പറയാണ്, ഈ ചെറിയ കുട്ടി, ബുലുഗാകാത്ത കുട്ടിയെ വിവാഹം ചെയ്യാം എന്നതിന് തെളിവുണ്ട് തിരിച്ചും. അപ്പോൾ ഷറഅ് അസ്റിൽ അത് നിരോധിച്ചിട്ടില്ല.
അപ്പോൾ ചുരുക്കത്തിൽ അസുലിൽ ദീനുൽ ഇസ്ലാമിൽ വിവാഹപ്രായം എത്ര എന്ന് നിശ്ചയിച്ചിട്ടില്ല. അത് ശൈശവ വിവാഹം ദീനുൽ ഇസ്ലാമിൽ നിരോധിച്ചിട്ടില്ല. മാത്രമല്ല നമുക്കറിയാലോ, ഇവിടെ ഈ അടുത്ത കാലത്താണല്ലോ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ശൈശവ വിവാഹം നിരോധിച്ചത്. നമ്മുടെ വലിയ നേതാക്കന്മാരൊക്കെ വളരെ ചെറുപ്രായത്തിലൊക്കെ വിവാഹം ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് വ്യാപകമായിട്ട് പല നാടുകളിലും ഉണ്ടായിരുന്നു. ഇസ്ലാമും അത് നിരോധിച്ചതായിട്ട് ഒരു തെളിവും യഥാർത്ഥത്തിൽ ഇല്ല. അതേസമയം മസ്ലഹത്തുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നും കാണാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് കുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാം എന്നതല്ല. ഓരോ നാട്ടിൽ ആ നാട്ടിലെ സാഹചര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശൈശവ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു മസ്ലഹത്തുണ്ടെങ്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത്രയും ചെറുപ്രായത്തിൽ വിവാഹം ചെയ്തിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വളരെയധികം പക്വത കാണിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയപ്പെടുന്ന കാര്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതി ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതേസമയം ഇസ്ലാമിൽ അത് നിരോധിച്ചു എന്നതിനും തെളിവില്ല. എന്തെങ്കിലും മസ്ലഹത്തുണ്ടെങ്കിൽ അത് നടത്തുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. ഇന്നത്തെ ഒരു ആഗോള സാഹചര്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളും സങ്കീർണമായ സാമൂഹിക സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ കൃത്യമായിട്ട് പെൺകുട്ടികൾക്കുൾപ്പെടെ വിദ്യാഭ്യാസം നൽകിയ ശേഷം, അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് നൽകിയ ശേഷമായിരിക്കണമല്ലോ വിവാഹം നടത്തേണ്ടത്. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിലെ മസ്ലഹത്ത് എന്നത്. ഇതാണ് ചുരുക്കി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഷെയ്ഖ് അവരുടെ ഈ വിഷയത്തിലെ കുറിപ്പ് വിവരണം ഞാൻ വായിച്ചിട്ടില്ല. അത് താല്പര്യമുള്ളവർ അത് വായിക്കാം. അപ്പോൾ നമുക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാത്തവർക്കുള്ള നെതിർ ഷിർക്കാണ് എന്ന വിഷയമാണല്ലോ. ആ ഹദീസിലേക്ക്, അതിൻ്റെ കണ്ടൻറ്റിലേക്ക് പോവാം. വഖദ് റവത്, നിശ്ചയം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഅഹു വമൻ നദറ അൻ യഅസില്ലാഹ ഫലാ യഅസി. അള്ളാഹുവിന് വഴിപ്പെടാൻ അള്ളാഹുവിന് ത്വാഅത്ത് ആരെങ്കിലും നേർച്ചയാക്കിയാൽ അവൻ അത് അള്ളാഹുവിന് അത് നെതിർ ചെയ്യട്ടെ, ആ കാര്യം ചെയ്യട്ടെ. അല്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്നൊരു പ്രവൃത്തിയാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ അവൻ അത് ചെയ്യാതിരിക്കട്ടെ, അള്ളാഹുവിന് ധിക്കാര പ്രവൃത്തി ചെയ്യാതിരിക്കട്ടെ. അള്ളാഹുവിനുള്ള അൽ ഹദീസു സ്വരീഹുൻ ഫി അന്ന നദറ യകൂനു ത്വാഅ. അപ്പം നെതിർ ത്വാഅത്താണ് എന്ന് വളരെ വ്യക്തമാണ് ഈ ഹദീസ്. വൈദാക്കാന ത്വാഅത്തുൻ ഫഹു ഇബാദത്തുൻ. അപ്പോൾ അത് ത്വാഅത്താകുമ്പോൾ അത് ഇബാദത്തുമാണ്. വൈദാക്കാന ഇബാദത്തുൻ, അപ്പോൾ ഇബാദത്താകുമ്പോൾ ഫസ്വറഫു ലിഗൈരില്ലാഹി ശിർക്കുൻ അക്ബർ. അത് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിക്കുക എന്നത് അതിലേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുക എന്നത് ഷിർക്കുൻ അക്ബറാണ് എന്ന് പറഞ്ഞാൽ വൻ ഷിർക്കാണ്. മില്ലത്തിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്കാണ് എന്നർത്ഥം. ഹാദാ വജ്ഹുൽ ഇസ്തിദ്ലാലിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ബിഹാദൽ ഹദീസ് ലിൽ ബാബ്. ഇങ്ങനെയാണ് മുസന്നിഫ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർ തെളിവ് പിടിച്ചിട്ടുള്ളത് എന്ന്. ഫഖൗലുഹു, അപ്പോൾ നബി വചനം, മൻ നദറ അൻ യുതിഅ അല്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടാൻ ത്വാഅത്ത് ഒരാൾ നേർച്ചയാക്കിയാൽ ബി സ്വലാത്തിൻ ബി സിയാമിൻ ബി ഹജ്ജിൻ ബി ഉംറത്തിൻ ബി സദഖ ബി ഇഅ്തികാഫിൻ ഔ ബി ഗൈരി ദാലിക മിൻ അൻവാഇ ത്വാഅത്ത്. ത്വാഅത്തിൻ്റെ ഇനങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, ഇഅ്തികാഫ്, അതുപോലെ ഉള്ള കാര്യങ്ങൾ. അതല്ലാത്തത് ഫൽയുതിഉഹു, അവൻ അള്ളാഹുവിന് വഴിപ്പെടട്ടെ. അതായത് ബി ഫിഅലി ഹാദൻ നദർ, ഈ നദർ പ്രവർത്തിച്ചുകൊണ്ട്, നേർച്ച അത് പൂർത്തിയായിക്കൊണ്ട്. ഫദല്ല ഹാദാ അല അന്ന നദർ ഇബാദ, അപ്പോൾ നദർ ഇബാദത്താണ്. വഅല അന്നഹു യജിബുൽ വഫാഉ ബി, അത് പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. ലിഅന്നഹു ദൈനുൻ ലില്ലാഹി അസ്സ വജൽ ഫി ദിമ്മത്തിൻ നാദിർ, അപ്പോൾ നേർച്ച നേർന്നവൻ്റെ ദിമ്മത്തിൽ, അവൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ അള്ളാഹു അസ്സ വജലിനുള്ള കടമാണത്. അത് കാരണത്താൽ വമൻ നദറ അൻ യഅസില്ലാഹ് ഫലാ യഅസി, അപ്പോൾ അള്ളാഹുവിന് ധിക്കരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാലോ അവന് ആ ധിക്കാര പ്രവൃത്തി ചെയ്യരുത്. കാന നദറുൻ യഖ്താ റഹിമ, കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയുള്ള നേർച്ചയാണ് നിൽക്കുക. ഔ അല്ല യസ്വില അബാഹു ഔ ഉമ്മഹു ഔ അഹാഹു, അവൻ്റെ ഉമ്മ ഉപ്പ
അവൻ്റെ സഹോദരൻ അവരുമായിട്ടുള്ള ബന്ധം ചേർക്കുകയില്ല എന്ന് നേർച്ചയാക്കിയാൽ അത് പാടില്ല, അത് പൂർത്തിയാക്കാൻ പാടില്ല. ഫഹാദാ നദറു മഅസിയത്തിൻ, ഇത് പാപകരമായ നേർച്ചയാണ്. ലാ യജൂസുൽ ലഹുൽ വഫാഉ ബി, അത് പൂർത്തിയാക്കൽ അവൻ അനുവദനീയമല്ല. ഔ നദറ അൻ യഖ്തുല ഫുലാനൻ, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി, ഫഹാദാ ലാ യജൂസുൽ വഫാഉ ബി ലിഅന്നഹു മഅസിയ, ഇത് പൂർത്തിയാക്കാൻ പാടില്ല, കാരണം പാപമാണ്. ലിഅന്നൽ ഖത്ല ബിഗൈരി ഹഖ്ഖിൻ മഅസിയത്തുൻ കബീറ, കാരണം അന്യായമായ വധം എന്നത് ഒരു വലിയ പാപമാണ്. ഫലാ യജൂസുൽ വഫാഉ ബി, അപ്പോൾ അത് പൂർത്തിയാക്കാൻ പാടില്ല. ഔ നദറ അൻ യത്റുക സ്വലാ, അല്ലെങ്കിൽ ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പിന്നെ നേർച്ചയാക്കി. ഔ അൻ യശ്റബൽ ഖംർ, അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ നേർച്ചയാക്കി. കുല്ലു ഹാദിഹി നുദൂറു മഅസിയ, ഇതൊക്കെ എന്താണ്? പാപകരമായ നേർച്ചകളാണ്. സവാഉൻ കാനത്തിൽ മഅസിയത്തു ബിത്തർക്കി വാജിബിൻ ഔ ബിഫഅലി മുഹറമിൻ, ഹറാമായ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതൊക്കെയാണെങ്കിലും വാജിബായ പ്രവൃത്തി ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെയാണെങ്കിലും അത് പാപം. അങ്ങനത്തെ എന്ത് തരം പാപമാണെങ്കിലും മൻ നദറ ദാലിക ഫഇന്നഹു ലാ യജൂസു ലഹുൽ വഫാഉ ബിഹാദൻ നദർ, അപ്പോൾ ഇത്തരം നദറുകൾ പൂർത്തീകരിക്കാൻ പാടില്ല. ലിഅന്നഹു മഅസിയത്തുൻ ലില്ലാഹ്, കാരണം അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, പാപമാണ്. വമിൻ ദാലിക ബൽ ഔലാ ഇദാ നദറ ലിൽ ഖുബൂർ. ഇനി ഇതിനേക്കാളേറെ ഭയാനകമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഖബറുകളിലേക്ക് നേർച്ചയാക്കി, ഖബറാളികൾക്ക് അല്ലെങ്കിൽ ഖബറുകളിലേക്ക് നേർച്ചയാക്കി, മക്ബറകൾക്ക്. ലിഅന്ന നദറ ലിൽ ഖുബൂരി ശിർക്കുൻ, കാരണം ഖബറാളികളെ ഉദ്ദേശിച്ചിട്ടുള്ള നെതർ എന്ന് പറഞ്ഞാൽ ഖബറുകളുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, ഖബറാളിയുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നെതർ ഷിർക്കാണ്. വഹുവ മിൻ അഅ്ളമിൽ മഅസി, അത് വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്. ഫലാ യജൂസു ലഹുൽ വഫാഉ ബിഹി, അത് പൂർത്തിയാക്കൽ അയാൾക്ക് അനുവദനീയമല്ല. കമാ ഇൻ നദറ അൻ യദ്ബഹ ലിൽ ബദവിക്ക് വേണ്ടിയിട്ട് അറക്കാൻ, ഔ അൻ യദ്ബഹ ലി അയ്യ ഗരീഹിൻ മിനൽ അദ്രിഹത്തി, ഏത് ദർഗയിലെ മക്കാമിൽ പോയിട്ട് അറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കാമിലേക്ക് വേണ്ടിയിട്ട് അറക്കുക. ഔ അൻ യദ്ബഹ ലിൽ ജിന്നി, അല്ലെ ജിന്നിന് വേണ്ടിയിട്ട് അറക്കുക. ഔ അൻ യദ്ബഹ ലിൽ ഔലിയാ വ സ്വാലിഹീന, ഔലിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയിട്ട് അറക്കുക. യർജൂ നഫ്അഹും ഔ ദഫ്അൽ ദററി അൻഹു ബിദ്ദബിഹി ലഹും, അവർക്ക് വേണ്ടി അറുത്തിട്ട് അവരിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തടയും എന്ന് പ്രതീക്ഷിക്കുക. ഫഹാദാ മിൻ അഅ്ളമി അൻവാഇൽ മഅസിയ, ഇത് പാപത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഇനങ്ങളിൽപ്പെട്ടതാണ്. വയദ്ഖുലു ഫീ ഖൗലിഹി, അല്ലാഹു തആല ഇത് നബി വചനത്തിൽ ഉൾപ്പെടും. വമൻ നദറ അൻ യഅസില്ലാഹ ഫലാ യഅസി, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അവൻ ആ ധിക്കാര പ്രവൃത്തി ചെയ്യരുത്. ലിഅന്നൽ മഅസിയത ഖദ് തകൂനു ശിർക്കൻ വഖദ് തകൂനു ദൂന ദാലിക, ചിലപ്പോൾ മഅസിയത്ത് എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഷിർക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഷിർക്കിൻ്റെ താഴെ ആയിരിക്കാം. ഈ പറഞ്ഞതോ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിൻ്റെ താഴെയല്ല, ഷിർക്ക് തന്നെയാണ്. ഫൽ ഹദീസു, അപ്പോൾ ഹദീസ് ഇതൻ അപ്പോൾ ദലീലുൻ അല അന്ന നദറ ഇബാദ, നദർ നേർച്ച ഇബാദത്താണെന്നാണ് തെളിവ്. അന്നഹു ഇദാ നദറ ഇബാദത്ത് വജബ അലൈഹി അൽ വഫാ ബിഹ, ഒരു ഇബാദത്ത് ഒരാൾ നേർച്ചയാക്കിയാൽ ഇദാ നദറ ഇബാദത്തൻ വജബ അലൈഹി അൽ വഫാ ബിഹ, അവന് അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. വലൗ സറഫ അലി ഗൈരില്ലാഹി സ്വാറ മുശ്രിക, അത് നെദർ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ അവൻ മുശ്രിക്കായി. വഅല അന്നഹു ലൗ നദറ ഫഅല ശിർക ഫിഅല ശിർകി ഫഇന്നഹു ലാ യജൂസു ലഹു അൽ വഫാഉ ബിഹി, അപ്പോൾ ഷിർക്കിൻ്റെ പ്രവൃത്തി ഒരാൾ നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാക്കൽ അനുവദനീയമല്ല, അത് പൂർത്തീകരിക്കൽ നെദർ പാലിക്കൽ അത് അനുവദനീയമല്ല. വകദാലിക ഇദാ നദറൽ മഅസിയത അല്ലത്തി ഹിയ ദൂന ശിർക്ക്, ഇനി ഷിർക്കിൻ്റെ താഴെ വരുന്ന പാപമായിട്ടുള്ള കാര്യം നേർച്ചയാക്കിയാലോ അപ്പോഴും ലാ യജൂസു ലഹുൽ വഫാഉ ബിനദരി മഅസിയ, പാപകരമായ നേർച്ച പൂർത്തീകരിക്കൽ അവന് അനുവദനീയമല്ല. വഹാദ മഹല്ലു ഇജ്മാഇൻ, ഈ വിഷയത്തിൽ ഇജ്മാഉണ്ട്. അന്നഹു ലാ യജൂസു ലഹുൽ വഫാഉ ബിനദരി മഅസിയ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപപ്രവർത്തികൾ അത് പൂർത്തീകരിക്കൽ, അങ്ങനെയുള്ള കാര്യം നേർച്ചയാക്കിയാൽ അത് പൂർത്തീകരിക്കൽ അനുവദനീയമല്ല എന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. വലാകിൻ ഇഖ്തലഫു, പക്ഷേ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ഹൽ തജിബു അലൈഹി കഫാറത്ത് യമീനിൻ ഔ ലാ തജിബു, അങ്ങനെ പാപകരമായ ഒരാൾ നേർച്ചയാക്കിയാൽ അതൊരു ഒരു യമീനാണല്ലോ, ഒരു ശപഥമാണല്ലോ. അപ്പോൾ ആ ശപഥം ലംഘിച്ചതിന് അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ശപഥ ലംഘനത്തിന് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണോ, അത് നിർബന്ധമാണോ അല്ലേ എന്ന്. മിനൽ ഉലമാഇ മൻ റഅ അന്നഹു തജിബു അലൈഹി കഫാറത്തു യമീനിൻ ബദലൻ നദരി, നദറിന് പകരം പ്രായശ്ചിത്തം ചെയ്യണം, ശപഥലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. കാരണം ഒരാളിപ്പോൾ പാപകരമായ നേർച്ചയാക്കി, അപ്പോൾ ഉദാഹരണത്തിന് മമ്പറത്ത് തങ്ങൾ അവിടെ ജാറന്ന് മമ്പറത്ത് ദർഗയിൽ ജാറം മൂടാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി, അപ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് വിളക്ക് നേർച്ചയാക്കി, അവിടെ വിളക്കെത്തിക്കാൻ നേർച്ചയാക്കി. അപ്പോൾ അത് പിന്നെ അയാൾക്ക് മനസ്സിലായത് പാപമാണ്, ഷിർക്കാണ്. അപ്പോൾ അയാളെ ഉപേക്ഷിക്കണം.
അപ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, നെതിർ ചെയ്യാൻ പാടില്ല. പക്ഷേ ആ നെതിർ ചെയ്തതിന് പിന്നെ തണ്ടം വേണോ, കഫാറത്ത് യമീൻ ശബദലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം വേണോ വേണ്ടേ? വേണമെന്നൊരു കൂട്ടർ. വമിൻഹും മയ്യറ അന്നഹു ലാ യജിബു അലൈഹി കഫാറത്ത് യമീൻ, അതിന് ശബദലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം നിർബന്ധമില്ല എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. നദറൻ ലി അന്ന നദറൽ മാസിയത്തി ഗൈറു മുൻഅഖിദിൻ അസ്ലൻ, കാരണം അത് എന്താണ്, പാപകരമായ നേർച്ച എന്ന് പറഞ്ഞാൽ അത് ഗൈറു മുൻഅഖിദാണ്. അത് ശരിക്കും അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ പാടേ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ചെയ്തു അങ്ങനെ നേർച്ചയാക്കിയാലും അത് പൂർത്തീകരിക്കും വേണ്ട എന്ന് മാത്രമല്ല, അതിന് എന്ത് ചെയ്യണ്ട, അതിന് ഈ പ്രായശ്ചിത്തം ചെയ്യേണ്ട. ഫലൈസ ഫീഹി കഫാറത്ത് യമീനിൻ, അപ്പോൾ അതിൽ പ്രായശ്ചിത്തം ഇല്ല ശബദലംഘനത്തിന്. വലിയ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസി നഹാ അൻ ഫിഅലിഹി വലം യഅ്മുർ ബിൽ കഫാറത്തി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ അതിൻ്റെ പ്രവൃത്തി നിരോധിച്ചു. അള്ളാഹുവിനെ അതിന് ധിക്കരിക്കുന്ന പാപകരമായ കാര്യം നേർച്ചയാക്കിയാൽ അത് ചെയ്യരുത് നബി പറഞ്ഞു. വലം യഅ്മുർ ബിൽ കഫാറ, അവിടെ നബി എന്ത് ചെയ്തിട്ടില്ല, കഫാറത്ത് തണ്ടം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല. വാല കുല്ലി ഹാലിൻ, ഏതവസ്ഥയിലും തബയ്യന ലനാ മിൻ ഖിലാലി ഹാദിഹിൽ ആയാത്തിൽ കരീമ വഹാദൽ ഹദീസി അന്ന നദറ ഇബാദ വഇദാ കാന ഇബാദത്തുൻ ഫസ്വറഫുഹു ലിഗൈരില്ലാഹി ശിർക്ക്. എന്താട്ടെ ഈ ആയത്തുകളിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലായത് എന്താണ്, നേർച്ച എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കലോ അത് ശിർക്കുമാണ്. فما يفعله عباد القبور والمتصوفة والمحرفون من هذه النذور الذي تقدم للقبور أو تقدم للجن والشياطين أو حتى للأولياء والصالحين. അപ്പോൾ ഈ ഖബറാരാധകർ കുബൂരികൾ ചെയ്യുന്ന കാര്യം, ചില സൂഫികൾ അതുപോലെ ഖുറാഫികൾ ചെയ്യുന്ന കാര്യം എന്താണ്, ഖബറുകൾക്ക് അവർ മുന്നിടുന്നു, അവർ ജിന്നുകൾക്ക് ഷൈത്താന്മാർക്ക് ഒക്കെ മുന്നിടുന്നു, അവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നു പലരും. ഔ ഹത്താലിൽ ഔലിയ വസ്വാലിഹിൻ, ഔലിയാക്കൾക്കും സ്വാലിഹികൾക്കും വരെ അവർ നേർച്ചയാക്കുന്നു. അന്നഹ ഇബാദത്തുൻ ലിഗൈരില്ലാഹി അസ്സ വജൽ, അതൊക്കെ അല്ലാഹു അസ്സ വജലിന് അല്ലാതുള്ള ഇബാദത്താണ്. വശിർക്കും ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്. ഫലാ യജൂസു അംറുഹ, അത് ചെയ്യൽ അനുവദനീയമല്ല. വയജിബുൽ മൻഉ മിൻഹ, അത് തടയൽ നിർബന്ധമാണ്. വതഹദീറു മിൻഹ, അതിൽ നിന്ന് മുന്നറിയിപ്പ് നൽകൽ നിർബന്ധമാണ്. വ അന്ന ഹാദിഹി നദുറ ബാത്തില, ഈ നേർച്ചകൾ ബാത്തിലാണ്, വ്യാജമാണ്, അത് പാടില്ല, ഹഖല്ല, അത് അനുവദനീയമല്ല. ലാ യജൂസു ലഹുൽ വഫാഉ ബിഹാ, അത് പൂർത്തിയാക്കൽ അനുവദനീയമല്ല, പൂർത്തീകരിക്കൽ. ഫഇൻ വഫാ ബിഹാ വനഫദഹാ സ്വറ മുശ്രിക്കൻ ബില്ലാഹി അശ്ശിർക്കുൽ അക്ബർ, അങ്ങനെയുള്ള ഒരു നേർച്ച ഒരാൾ അത് ചെയ്താൽ അയാൾ മുശ്രിക്കായി, അള്ളാഹുവിൽ ഷിർക്ക് വെച്ചു, ഷിർക്കുൽ അക്ബർ പ്രവർത്തിച്ചു, മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് ചെയ്തു. ഫയജിബു അലൈഹി യതൂബ, അവർ തൗബ ചെയ്യൽ നിർബന്ധമാണ്. വയദ്ഖുല ഫിൽ ഇസ്ലാമി മിൻ ജദീദ്, പുതുതായിട്ട് അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഫഹാദാ ഫിന്നദിൽ വാഹിദ്, ഇത് ഒരൊറ്റ നദറിൻ്റെ വിഷയത്തിൽ. ഫൈഫ ബില്ലദീ അഫ്ന ഉംറഹു ബിൻ നുദൂർ, അപ്പോൾ ഇത്തരം നേർച്ചകളിൽ അവൻ്റെ ആയുസ് ചെലവഴിച്ച ഒരാളുടെ അവസ്ഥ എന്താണ്? വളിയ അമാലുഹു ബിൻ നുദൂർ, അത്തരം നേർച്ചകളിൽ സമ്പത്ത് ചെലവഴിച്ചവൻ, നഷ്ടപ്പെടുത്തിയവൻ. കുല്ലമാ അഹസ്സ ബിശൈഇൻ ഔ ഖാഫ മിൻ ഷൈഇൻ സ്വാറ യൻദുറുൽ ഔലിയാഇ വസ്വാലിഹീൻ, എന്തൊരു കാര്യം അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ പേടി തോന്നിയാൽ അതിലൊക്കെ അവൻ എന്ത് ചെയ്യുന്നു, ഔലിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുന്നു. ഫൽ മസ്അലത്തു ഖതീറത്തുൻ ജിദ്ദൻ, അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. വലാകിൻ മഹ്മാ അമലൽ ഇൻസാൻ മിന ഷിർക്കി വൽ കുഫ്രി ഇദാ താബ അല്ലാഹു അലൈഹി, പക്ഷേ ഷിർക്കാട്ടെ കുഫ്രാട്ടെ ഒരാൾ അത് പ്രവർത്തിച്ചാൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അവൻ തൗബ സ്വീകരിക്കും. വലൗ അഫന ഉംറഹു ഫി ഷിർക്കി വൽ കുഫ്രി സുമ്മ താബ തൗബതൻ സ്വഹീഹതൻ താബ അല്ലാഹു അലൈഹി. അപ്പോൾ ഷിർക്കിലും കുഫ്റിലുമായിട്ട് ഒരാളുടെ ആയുസ് കുറേ നശിപ്പിച്ചെങ്കിലും അവന് അവസാനം അവൻ തൗബ ചെയ്താൽ, ശരിയായ തൗബ ചെയ്താൽ എന്താ, അല്ലാഹു തൗബ സ്വീകരിക്കും. ഖുൽ, അല്ലാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. ഖുൽ, നബിയെ പറയാ, യാ ഇബാദിയല്ലദീന അസ്റഫു, അതിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളെ, അലാ അൻഫുസിഹിം, അവരുടെ നഫ്സുകളോട് തന്നെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ, അല്ലാഹുവിൻ്റെ കരുണയിൽ, റഹ്മത്തിൽ, അനുഗ്രഹത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആശ മുറിച്ചു പോകരുത്, ആശ മുറിയരുത്, നിരാശപ്പെടരുത്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യഗ്ഫിറുദ് ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും പൊറുക്കും. ഫലൗ അന്ന ഹഉലാഇൽ ഖുബൂരിയീൻ താബു ഇലല്ലാഹി ലതാബ അല്ലാഹു അലൈഹി. അപ്പോൾ ഈ ഖുബൂരികൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഇസ്ലാമിലേക്ക് പുതുതായിട്ട് പ്രവേശിച്ചാൽ അവർ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും എന്നതാണ്.